ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഗോവ സ്റ്റേറ്റിലാണ്. ഇതൊരു ചേർച്ചാണ്. ഇത് അറൗണ്ട് 500 ഇയേഴ്സ് അഗോ പണിതതാണ്. പോർച്ചുഗീസ് ആൾക്കാർ പണിതതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേർച്ച് വിട്ടു. ഇപ്പോൾ നമ്മളുള്ളത് ഒരു ബ്രിഡ്ജിലാണ്. ഇതാണ് ഫേമസ് ന്യൂ സുവാരി ബ്രിഡ്ജ്, ഓൾസോ നോൺ ആസ് മനോഹർ സേതു. ഇത് നോർത്ത് ഗോവ, സൗത്ത് ഗോവ രണ്ട് ഡിസ്ട്രിക്ട്സും ലിങ്ക് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു ബ്രിഡ്ജാണ്. ഇവിടെ എന്തായാലും കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാതെ ആരും തന്നെ പോകരുത്. വളരെ ലുക്കുള്ളൊരു ബ്രിഡ്ജാണ്. സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ നോർത്ത് ഗോവയിലെത്തി. നോർത്ത് ഗോവയാണ് കുറച്ചും കൂടി ഒരു ലൈവ്ലി ആയിട്ടുള്ളൊരു പ്ലേസ്. അത് നമുക്ക് കാലിക്കറ്റിൽ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും. ഞങ്ങൾ നേരെ പോയത് കാലിക്കറ്റ് ബീച്ചാണ്. ഈവനിങ് ടൈമൊക്കെ ആയി. ഭയങ്കര ക്രൗഡഡ് ആണ് കാലിക്കറ്റ് ബീച്ച്. അത് പോണേക്കാളും മുമ്പ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാലിക്കറ്റ് ഭയങ്കര ക്രൗഡഡ് ആണ്. ഈവൻ നൈറ്റ് ടൈമിൽ പോയാൽ വരെ ബീച്ചൊക്കെ ഭയങ്കര ക്രൗഡഡ് ആണ്. അറ്റ് ദ സെയിം ടൈം കുറേ നല്ല ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഷാക്സ് ഉണ്ട്, ബാർസ് ഉണ്ട്, പബ്സ് ഉണ്ട്. പക്ഷേ ഷാക്സൊക്കെ പൊതുവേ ഭയങ്കര എക്സ്പെൻസീവാണ്. മിനിമം ഓർഡർ 1500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരിക്കാം, ഫോട്ടോസ് എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ വളരെ രസമുള്ളൊരു കാര്യമാണ്, ഷാക്സിലൊക്കെ പോയില്ലെങ്കിലും. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ടാറ്റൂ സെൻറ്റേഴ്സ് ഉണ്ട്. വളരെ ചീപ്പായിട്ടാണ് ടാറ്റൂസ് ഇവിടെ കിട്ടുന്നത് ബാക്കി സ്ഥലങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ മോർണിംഗ് ടൈമിലായിരിക്കും കുറച്ചും കൂടി ഉണ്ടാവുക. നൈറ്റ് ടൈമിൽ അങ്ങനെ അധികം ഉണ്ടാവില്ല. ഇവിടെ കുറേ പിക്സ് എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ പബ്സും ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര ലൈവ്ലി ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗോവ ആയതുകൊണ്ട് ഫുൾ ടൈം ഭയങ്കര ലൈവ്ലി ആയിരിക്കും. ഞങ്ങളൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പോയി. ഇരുട്ടായതുകൊണ്ട് കാണുന്നുണ്ടാവില്ല. പിന്നെ അവിടെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ ഞങ്ങൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്തുള്ള ഷോപ്സിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഡിന്നർ കഴിക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ നാണും പിന്നെ പനീർ ചില്ലി ഗോപിയുമാണ്. കൂടെ ദാൽ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണമല്ലോ. ദാൽ ഫ്രൈ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. പനീർ ചില്ലി ഗോപി അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റം, ഞാൻ അതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ്. ബട്ടർ നാൻ നമ്മൾ കഴിച്ചിട്ടുള്ളതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടാവുമല്ലോ, ഒരു വെസ്റ്റേൺ സ്റ്റേറ്റ് ആയതുകൊണ്ട്. എന്തായാലും സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ എന്നേക്കാളും നല്ലത് നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയായിരിക്കും ഇവിടെ. എന്നാലും സൗത്ത് ഇന്ത്യൻ ഫുഡ് അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഞങ്ങൾ അതും കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാലഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ട് പോയി ഉറങ്ങി. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ മോർണിംഗ് തന്നെ കാലിക്കറ്റ് ബീച്ചിലേക്ക് നേരെ വന്നു. കാരണം ഇന്നലെ അധികം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ബീച്ച് കാലത്തായാലും നട്ടുച്ചയായാലും ഒക്കെ ഭയങ്കര ക്രൗഡ് തന്നെയായിരുന്നു. രാത്രിയിലത്തെ അത്രയില്ല, എന്നാലും ഈ വെയിലത്തും വരാൻ ആൾക്കാർക്ക് അത്ര മടിയൊന്നുമില്ല. ഞങ്ങളും വന്നു. നല്ല ലുക്ക് തന്നെയായിരുന്നു. കാലത്താണ് കുറച്ചും കൂടി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്. വെയിലാണെങ്കിലും ബീച്ച് ഇഷ്ടമാണെങ്കിൽ നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ ഞങ്ങൾ കുറേ സാൻഡിലൊക്കെ ഒന്ന് കളിച്ചു. പിന്നെ ചാനലിൻ്റെ പേര് എഴുതാതിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി. കുറേ നേരം വെള്ളത്തിലൊക്കെ നിന്ന് നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ടൊമാറ്റോ ചീസ് സാൻഡ്വിച്ചും പിന്നെ ചിക്കൻ ചീസ് സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര ചീസി ആയിരുന്നു. പുറത്ത് മൊസാരല്ല ചീസും പിന്നെ ഉള്ളിൽ ചീസ് സ്ലൈസുമായിരുന്നു. ഷാക്സിനേക്കാളും വേർത്തായിട്ടുള്ളത് എന്തായാലും ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്തത് പോകുന്നത് ബാഗ ബീച്ചാണ്. ഈ കാലിക്കറ്റ് ബീച്ചും ബാഗ ബീച്ചും രണ്ടും നോർത്ത് ഗോവയിലുള്ള ബീച്ചസ് തന്നെയാണ്. ഗോവയിൽ വരുന്നവർ മസ്റ്റായിട്ട് പോകേണ്ട ഒരു ബീച്ചാണ്. പ്രത്യേകിച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവർ. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണിത്. ഇത് ഗോവയിലത്തെ ഏറ്റവും വിസിറ്റ് ചെയ്യുന്ന ഒരു ബീച്ചും കൂടിയാണ്. ഇന്ത്യയിലത്തെ തന്നെ മോസ്റ്റ് ലൈവ്ലി ബീച്ചാണിത്. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈവൻ കിഡ്സിന് വരെ ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ പാരാസെയിലിംഗ്, ജെറ്റ് സ്കി, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്ത് ജെറ്റ് സ്കി ആണ്. പാരാസെയിലിംഗ് എന്തായാലും എഡൽസിനെ പറ്റുള്ളൂ, കിഡ്സിന് അത് അലോ ചെയ്യുന്നതല്ല. ജെറ്റ് സ്കി ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ ലൈഫ് ജാക്കറ്റ് അല്ലാതെ ഭയങ്കര ഒരു സേഫ്റ്റി മെഷേഴ്സൊന്നും അതിനില്ല. നമ്മൾക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാം, പക്ഷേ കുറച്ച് ഡേഞ്ചറസ് ആണ്. വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതൽ തന്നെയാണ്. ഇങ്ങോട്ട് വരാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടൈമാണ്. അല്ലെങ്കിൽ ചൂടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങൾക്കതാണ് പറ്റിയത്. ഞങ്ങൾ നട്ടുച്ച സമയത്താണ് പോയത്. അല്ലാതെ വേറൊരു പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഉറപ്പായിട്ടും ഗോവയിലേക്ക് വരുന്നവർ വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഗോവ വ്ളോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.